നമസ്കാരം. ഞാൻ മധുസൂദനൻ കുഞ്ഞമ്പിള്ള ഒരു കഥയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. എൻ്റെ കഥയുടെ പേര് കൊറോണ കാലം. ചന്തു ഓഫീസിൽ തിരക്കിലായിരുന്നു. കോൺഫറൻസ് ഹാളിൽ മീറ്റിങ്ങിൽ. സ്വദേശികളും വിദേശികളും കൂടിയ മീറ്റിംഗ്. അന്ന് പല ബിസിനസ് ഡീലുകളും തീരുമാനമെടുക്കുന്ന സമയം. സാധാരണ കോൺഫറൻസ് ഹാളിൽ MD കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ ചന്തുവിന് മാത്രമേ ആ കമ്പനിയിൽ അനുവാദമുണ്ടായിരുന്നുള്ളൂ. മീറ്റിംഗ് പുരോഗമിക്കുമ്പോഴാണ് ദാമുച്ചേട്ടൻ്റെ ഫോൺ വന്നത്. അത് കട്ട് ചെയ്തു. ദാമുച്ചേട്ടൻ അങ്ങനെ സാധാരണ ഫോൺ ചെയ്യാറില്ല. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിലേ അദ്ദേഹം വിളിക്കാറുള്ളൂ. പിന്നെ ചന്തുവിന് മീറ്റിങ്ങിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. മനസ്സിൻ്റെ ഒരു കോണിൽ ദാമുച്ചേട്ടൻ്റെ ഫോൺ റിങ് മുഴങ്ങുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി നീണ്ടുകിടക്കുന്ന വരാന്തയുടെ അങ്ങേയറ്റം ചെന്ന് നിന്നു. ചില്ല് ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ഉറുമ്പ് പോകുന്ന മാതിരി കാറുകൾ നീങ്ങുന്നു. തിരക്കേറിയ ബോംബെ പട്ടണത്തിൽ ഏറ്റവും പീക്കായ സമയം. ചന്തു ഫോണിൽ ചേട്ടൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അങ്ങേയറ്റത്തിൽ ഫോൺ ബെല്ലടിക്കുന്നു. അവൻ്റെ ഉള്ളിൽ ആശങ്കയുടെ വേലിയമേറ്റ ആയിരുന്നു. എന്താ ചേട്ടാ? ഞാൻ ചന്തു. എടാ, ഒരു അത്യാവശ്യ കാര്യം പറയാനാ. നമ്മുടെ പാറുവിനൊരു ജോലി ശരിയായി. ജർമ്മനിയിലാണ്. അടുത്ത മാസം 16-ാം തീയതി ബോംബെയിൽ നിന്നും ഫ്ലൈറ്റ്. വെളുപ്പിന് 4 മണിക്കാണ്. ഞങ്ങൾ ഛത്രപതി ശിവജി ടെർമിനൽ വൈകുന്നേരം 4 മണിക്ക് എത്തും. പിന്നെ ഹോട്ടൽ മുറി എടുക്കുന്നത് നിന്നോട് ചോദിച്ചിട്ടാവാമെന്ന് കരുതി. ദാമു നിർത്തി. ചന്തു: അത് നല്ല കാര്യമാണല്ലോ. പാറു ജോലിക്ക് പോകാൻ തക്ക വളർന്നോ? എന്തായാലും സന്തോഷം. ഇനി ചേട്ടൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം തീരുമല്ലോ. അവൾ BSc നഴ്സിംഗ് പാസ്സായതല്ലേ. ചേട്ടാ, ഞാനിവിടെ ഉള്ളപ്പം ചേട്ടനും മോളും ഹോട്ടൽ റൂമിൽ എടുക്കാനോ? അത് പറ്റില്ല. മോളും ഹോട്ടൽ റൂം എടുക്കാനോ? അത് പറ്റില്ല. മോളെ കയറ്റി വിട്ട് കുറച്ച് ദിവസം എന്നോട് കഴിഞ്ഞിട്ടേ നാട്ടിലേക്ക് വിടൂ. ദാമു: അത് നടക്കില്ല. നിൻ്റെ കൂടെ കുറച്ച് നാൾ കഴിയാൻ ആഗ്രഹമില്ലാഞ്ഞല്ല. പക്ഷെ അങ്ങനെ മാറി നിൽക്കാനുള്ള അവസ്ഥയിലല്ല. പശുക്കൾ, കൃഷിയെല്ലാം താറുമാറാവും. അറിയാമല്ലോ, നിൻ്റെ ചേട്ടത്തി ഒരു രോഗിയാണ്. മരുന്നുകൊണ്ട് ജീവിക്കുന്നു. പിന്നെ അതുകൊണ്ട് 16-ന് തന്നെ ട്രെയിൻ പിടിക്കുന്നു. കഴിയുന്നതും പെട്ടെന്ന് വീട്ടിലെത്തിയാലേ സമാധാനമുള്ളൂ. ചന്തു: എന്നാലും ദാമുവേട്ടാ ഇവിടെ വരുമ്പോൾ. ദാമു: അറിയാടാ. ചന്തു: എന്നാൽ ഏട്ടൻ ഇങ്ങനെ ചെയ്യുക. ട്രെയിനിലിറങ്ങി സ്റ്റേഷന് പുറത്തിറങ്ങുക. ടാക്സി പിടിച്ച് എന്നെ ഫോണിൽ വിളിച്ച് ഡ്രൈവർക്ക് കൊടുക്കുക. വഴിയും ഫ്ലാറ്റുമൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇന്നെന്തായാലും നല്ല ദിവസമാണ്. ചേട്ടൻ എൻ്റെ വീട്ടിലേക്ക് ആദ്യമായി കാലുകുത്തുന്നു എന്നറിഞ്ഞ ദിവസം. അതും നമ്മുടെ പാറക്കുട്ടിയുമായി. സന്തോഷമായി. അയാൾ ഫോൺ കട്ട് ചെയ്തു. എന്തോ ഇരുകണ്ണിലും കണ്ണീർ പൊടിഞ്ഞു. അവൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. കസേരയിലിരുന്നു. PAക്ക് വിളിച്ച് നിർദ്ദേശം കൊടുത്തു. കുറച്ച് സമയം ഫോൺ കണക്ട് ചെയ്യുകയോ ആരെങ്കിലും കാണാൻ വന്നാൽ കയറ്റിവിടുകയോ ചെയ്യരുത്. ഒരു 20 മിനിറ്റിലേക്ക്. അവൻ കണ്ണടച്ച് ചാരിയിരുന്നു. ചിന്തകൾ അവനെ പാലക്കാട് അവൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ പ്രായം 11 വയസ്സിലേക്കും. വീട്ടിൽ ഒരുപാട് ആൾ കൂടിയിരിക്കുന്നു. സ്കൂളിൽ വിട്ട് വന്നപ്പോൾ അവൻ ഓടിക്കേറി ബാഗ് എവിടെയോ എറിഞ്ഞു. തുറന്ന വരാന്തയിൽ അച്ഛന് കഴുത്തിടം പുതച്ചു കിടക്കുന്നു. വലിയ വാഴയിലയിൽ രണ്ടറ്റത്തും നാളികേരത്തിൽ കത്തുന്ന തിരികൾ. വല്ലാത്ത ഗന്ധമുള്ള വലിയ സാമ്പ്രാണി തിരികൾ കത്തുന്നു. ഇന്നലെ വരെ സംസാരിച്ചിരുന്ന അച്ഛൻ്റെ താടിയെ ചേർത്ത് കെട്ടിയിരിക്കുന്നു. അമ്മയും ചേച്ചിമാരും അല്പം മാറി ഷർട്ടില്ലാതെ നിൽക്കുന്ന ദാമുവേട്ടൻ. ഓടിച്ചെന്ന് ആ കരവലയത്തിൽ അമരുന്ന ചന്തു. ഏട്ടാ, അച്ഛൻ. വിങ്ങിക്കരയുന്ന ചന്തു. നീ കരയണ്ട, നിങ്ങൾക്ക് ഏട്ടനുണ്ട്. അവനെ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിച്ച ആ വിരലിൽ തലയിൽ തലോടി ചേർത്ത് പിടിച്ചു. അത് അപ്പോഴുള്ള വൈകാരിക ആലിംഗനമല്ലെന്ന് ചേട്ടൻ ജീവിതത്തിൽ കാണിച്ചു തന്നു. അച്ഛൻ മരിച്ചതിൽ പിന്നെ കുടുംബത്തിൻ്റെ എല്ലാ ഭാരവും ചേട്ടൻ്റെ തോളിൽ. അച്ഛൻ മരിച്ചതിൽ പിന്നെ അറിഞ്ഞു തങ്ങളുടേതെന്ന് കരുതിയ പലതും
അച്ഛൻ പലർക്കായി പ്രമാണം ചെയ്തിരിക്കുന്നു. അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നാട്ടുകാരുടെ കണ്ണീരുപ്പാനും. സ്വന്തം വീട്ടിനെ മറന്ന് സഖാവ് അച്യുതൻ. അച്ഛൻ മരിച്ചതിൽ പിന്നെ സ്നേഹപൂർവ്വം, സഖാവിൻ്റെ മകനല്ലേ, വേണ്ട, ചായക്കാശ് എനിക്ക് വേണ്ട. ചായക്കടക്കാരൻ വേലുപ്പിള്ള, ബസ് കയറിയാൽ കാശ് മേടിക്കാത്ത മഞ്ജു ബസ്സിൻ്റെ കണ്ടക്ടർ. അച്ഛനും ഏതെങ്കിലും വഴി സഹായിക്കാത്ത ആരുമില്ല ഞങ്ങളുടെ നാട്ടിൽ. അച്ഛൻ മരിച്ചപ്പോൾ അരിവാൾ ചുറ്റുക നക്ഷത്രമുള്ള വലിയൊരു കൊടി ശവശരീരത്തിൽ മൂടി. 4 ചുറ്റും നിന്നും സഖാവ് അച്യുതൻ സിന്ദാബാദ് മുഷ്ടി ചുരുട്ടി ആകാശത്തെറിഞ്ഞു സഖാക്കൾ. ആ ഒന്നിച്ചുള്ള ശബ്ദം കേട്ട് അവിടെയുണ്ടായിരുന്ന കൊച്ചുകുട്ടികൾ എല്ലാം കരഞ്ഞു. ഏതോ വലിയ നേതാവ് അമ്മയുടെ കൈയും പിടിച്ച് കുറച്ചു നേരെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണാടിയിൽ കൂടി തടിച്ച കണ്ണുകൾ. അച്ഛൻ്റെ കൂടെ ഒളിവിലും ജയിലിലും കിടന്ന ആളാ, ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം. എന്തായാലും നിരനിരയായി കിടക്കുന്ന കാറിൽ ഒന്നിൽ കയറി അദ്ദേഹം പിരിഞ്ഞു. പിന്നെ ഓരോരുത്തരായി കഥധാരികൾ പിരിഞ്ഞുപോയി. പിന്നെ പാർട്ടിക്കാർ ആരും തങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ല. അച്ഛൻ കളഞ്ഞ ഭൂമികൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വസ്തുവിൽ ദാമുച്ചേട്ടൻ വിയർപ്പൊഴുക്കി. പഠിക്കാൻ ഒരുവിധം കുഴപ്പമില്ലാത്ത ദാമുച്ചേട്ടന് പെട്ടെന്നൊരു ഗവൺമെൻറ് ജോലി, അതാണ് ലക്ഷ്യം. കേരള ഗവൺമെൻറ്റിലെ ജോലി, PSC ടെസ്റ്റുകൾ, എംപ്ലോയ്മെൻറ്റിൽ കയറി ഇറങ്ങി ദിവസങ്ങൾ കഴിച്ചു. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ കൂട്ടുകാരൻ അയ്യപ്പൻകുട്ടി വീട്ടിൽ വന്നു. പറഞ്ഞു, ദാമു, പട്ടാളത്തിൽ പേരെഴുതുന്നു, ഞാൻ പോകുന്നു, നീ വരുന്നുണ്ടോ? ദാമുചേട്ടൻ അമ്മയുടെ മുഖത്തിലേക്ക് നോക്കി. അമ്മ 2 പെൺമക്കളെയും തന്നെയും നോക്കി. ഒന്നും പറയാതെ തന്നെ ഒരുപാട് പറയുന്ന അമ്മ. ദാമുചേട്ടൻ വീട്ടിൽ നിന്നും തൻ്റെ സർട്ടിഫിക്കറ്റും സ്വന്തമായി ഉണ്ടെന്ന് പറഞ്ഞ ഒരു ഷർട്ടും മുണ്ടും മടക്കിയെടുത്തു. LG ഗായത്തിൻ്റെ പടമുള്ള മഞ്ഞ തുണി സഞ്ചിയിലെടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ, ദാമു, നീ ഒന്ന് നിൽക്ക്. അമ്മ അടുക്കളയിലേക്ക് പോയി പല ടിന്നുകളിലായി ഇട്ടിരുന്ന പാല് വിറ്റതും മുട്ട വിറ്റതുമായ കാശ് എണ്ണി തിട്ടപ്പെടുത്തി ഒരു വെള്ള തുണിയിൽ കിഴികെട്ടി ദാമുചേട്ടനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞു, മോനെ, ഇത് 60 രൂപയുണ്ട്. ജോലി കിട്ടിയില്ലെങ്കിലും വിഷമിക്കരുത്. നീ ഉടനെ തിരിച്ചു വരണം. നിന്നെ കാത്ത് അമ്മയും സഹോദരിയും അനിയനുമുണ്ടെന്നത് മറക്കരുത്. ദാമുചേട്ടൻ പിന്നെ അത് മറന്നില്ല. അടുത്ത നാൾ അയ്യപ്പൻകുട്ടി ചേട്ടൻ മാത്രം തിരിച്ചു വന്നു. ദാമുവിൻ്റെ അമ്മേ, ദാമുവിന് പട്ടാളത്തിലെടുത്തു. എന്നെ മെഡിക്കലിൽ കളഞ്ഞു. കാലിൻ്റെ അടിയിൽ കുഴിയില്ലാത്ത കുറ്റം, ഫ്ലാറ്റ് ഫുഡ്. അത് പറയുമ്പോൾ അയ്യപ്പൻകുട്ടി ചേട്ടന് ഒരു നിരാശയായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ദാമുചേട്ടൻ്റെ ആദ്യത്തെ മണി ഓർഡർ അമ്മയുടെ കയ്യിൽ. പോസ്റ്റ്മാൻ പോയ ഉടൻ മുഴുവൻ പൈസയും ചുവരിൽ കയറ്റിയ സഖാവ് അച്യുതൻ്റെ ഫോട്ടോയുടെ മുന്നിൽ കാട്ടി. ഇതാ നോക്കണം ദാമുവിൻ്റെ ശമ്പളം, ഇതാ മേടിക്കണം. എത്ര ആവശ്യപ്പെട്ടിട്ടും സഖാവിൻ്റെ ഗൗരവം ഒട്ടും വിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോൾ ദൈവമോ കോവിലോ ഇല്ലാത്ത സഖാവ് അച്യുതൻ്റെ ആത്മാവ് ഇത് കാണുമെന്ന് ഞങ്ങൾക്കും ഉറപ്പില്ലായിരുന്നു. 2 ദിവസം മുമ്പ് കൊച്ചേച്ചി പറഞ്ഞതാ, അവിശ്വാസിയായതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവ് നരകത്തിൽ ഏതോ കൂറ്റൻ ചട്ടിയിൽ വറുക്കുകയായിരിക്കും. കൊച്ചേച്ചി ഈയിടയ്ക്കായി അമ്പലത്തിൽ പോക്കും തുടങ്ങിയിരിക്കുന്നു. ദാമുവേട്ടൻ പേരെഴുതാൻ പോയപ്പോൾ ചെറുപ്പുളശ്ശേരി ക്ഷേത്രത്തിൽ ഏട്ടൻ്റെ പേരിൽ അർച്ചനയും കഴിപ്പിച്ചിരുന്നു. 2 വർഷം കഴിഞ്ഞ് ദാമുവേട്ടൻ ആദ്യം ലീവിൽ വന്നപ്പോൾ ഒത്ത ഒരു പുരുഷനായി മാറിയിരുന്നു. വാസന സോപ്പ്, തനിക്ക് പുതിയ പാൻറ്റും ഷർട്ടും, ചേച്ചിമാരെ പാലക്കാട് സിറ്റിയിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ട തുണികൾ, അമ്മയ്ക്ക് വേണ്ടി മുണ്ടും നേരിയതും, പിന്നെ ഏതോ ഹോട്ടലിൽ കയറ്റി അവർക്ക് വയറ് നിറച്ച് മസാല ദോശയും ഉഴുന്നുവടയും കോഫിയും, തനിക്കും അമ്മയ്ക്കും വേണ്ടി പാർസൽ മസാല ദോശയും ചമ്മന്തിയും ഉഴുന്നുവടയും. പിന്നെ 2 വർഷത്തിനകം രേഖ ചേച്ചിയുടെ കല്യാണം. അടുത്ത 3 വർഷത്തിനകം ലേഖ ചേച്ചിയുടെ കല്യാണം. അച്ഛൻ പോയതിൽ പിന്നെ പിടികൂടിയ ഭീതി അമ്മയ്ക്ക് കുറഞ്ഞു. ആ മുഖത്ത് ഐശ്വര്യവും സന്തോഷവും കുടികയറി. പിന്നെ തൻ്റെ കോളേജ് ജീവിതം. ദാമുചേട്ടൻ അവധിക്ക് വന്ന സമയം, ചന്തു, ഏട്ടന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. നീ ചേട്ടൻ്റെ ആഗ്രഹം സാധിക്കണം. എത്രത്തോളം വേണമെങ്കിലും പഠിച്ചോ, ഞാൻ പഠിപ്പിക്കാം. ദാമുചേട്ടൻ്റെ ഉറപ്പായിരുന്നു. ഏട്ടാ, നമുക്ക് ഒരു TV വാങ്ങണം,
അമ്മയ്ക്ക് സമയം പോകണമല്ലോ, ചന്തു പറഞ്ഞു. അടുത്ത ദിവസം പുറത്തുനിന്ന് വന്നപ്പോൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ചെറുപ്പക്കാർ. അകത്തെ ഹാളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. പുതിയ കെൽട്രോൺ കളർ ടി വി. ഹിന്ദിയിൽ കേൾക്കുന്ന ഏതോ സിനിമയുടെ ഡയലോഗ് അമ്മയ്ക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ദാമുചേട്ടൻ. നമ്മൾക്ക് വേണ്ടി ജീവിച്ച ഏട്ടൻ. കല്യാണക്കാര്യം പറയുമ്പോൾ ചന്തുവിൻ്റെ പഠിത്തം കഴിയട്ടെ എന്ന ഏട്ടൻ. പിന്നെ ചേച്ചിമാരുടെ പ്രസവങ്ങളായി, കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടായി, ചോറൂണായി. അവസാനം തനിക്ക് കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് ONGCയിൽ ജോലിക്ക് കയറിയതിൽ പിന്നെ ദാമുചേട്ടൻ്റെ കല്യാണം. അപ്പോഴേക്കും തലയിൽ നരകയേറിയിരുന്നു. തങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം, 25 വർഷം പട്ടാള ജീവിതം ഏട്ടനെ ശരിക്കും ഉലച്ചിരുന്നു. മഞ്ഞുമലയിലും കൊടുംചൂടിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഭാഗം കഴിച്ചുകൂട്ടി. സ്വന്തമായി ഒന്നുമില്ലാത്ത ഏട്ടൻ. നാട്ടിൽ തനിക്ക് സ്വന്തമായി വീടുണ്ടാക്കാനും അതിൻ്റെ പാലുകാച്ചിനും മുന്നിട്ട് നിന്ന ദാമുവേട്ടൻ. അപ്പോഴും തനിക്ക് ഒന്നും ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന പരിഭവം ഒട്ടും ആ മുഖത്തിലില്ലായിരുന്നു. കുടുംബവും ഭാഗം വച്ചപ്പോൾ ഏട്ടനായിരുന്നു നിർബന്ധം. ചന്തുവിനായിരിക്കട്ടെ കുടുംബ വീട്. അവനാവുമ്പോൾ അതിനെ നന്നാക്കാനും അതുപോലെ നിലനിർത്താനും കഴിയും. മോനെ, നിനക്ക് വേണ്ടി ഞങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ച അമ്മയെ കെട്ടിപ്പിടിച്ച് ദാമുവേട്ടൻ പറഞ്ഞു. ആര് പറഞ്ഞു ഒന്നും തന്നില്ല എന്ന്? എൻ്റെ സഹോദരങ്ങൾ. അത് തന്നെ എൻ്റെ സമ്പാദ്യം. പിന്നെ തൻ്റെ വിലയും നിലയും ഒത്ത കല്യാണം ശ്രീദേവിയുമായി. അവരുടെ കുടുംബം, സ്വന്തക്കാരും എല്ലാം ഉയർന്ന നിലവാരത്തിൽ. ശ്രീദേവി ആദ്യം തൊട്ടേ തൻ്റെ കുടുംബത്തിൽ നിന്നും അകറ്റാനേ ശ്രമിച്ചിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ് 7 ദിവസം വളരെ വിഷമിച്ചാണ് നിന്നത്. തൻ്റെ വീട്ടിലെ ചെറിയ മുറികളും വരാന്തയും, എന്തിനേറെ പറയണം ചൂരിൽ തൂക്കിയിരിക്കുന്ന സഖാവ് അച്യുതൻ്റെ ഫോട്ടോയും വെറുപ്പായിരുന്നു. ശ്രീദേവി തന്നെ ഒരു നാളിൽ പറഞ്ഞു, ഈ വീട്ടിനെ ഇടിച്ച് നിരപ്പാക്കി നല്ലൊരു വീട് വെച്ചൂടെ? കുടുംബ വീട് തനിക്കാണെന്നറിഞ്ഞ ഈ അഭിപ്രായം പറഞ്ഞത്. അതിന് അമ്മ മരിക്കുന്നവരെ കാത്തിരിക്കേണ്ടി വന്നു. ചേട്ടനെയും കുടുംബത്തെയും അടുത്തുള്ള വാടക വീട്ടിലേക്ക് മാറ്റിയിട്ട് വീടിടിച്ച് പുതിയ നല്ല ഉറപ്പുള്ള വീടുണ്ടാക്കി. സാൻ ശ്രീദേവിയോട് പറയാതെ ഒരു കാര്യം ചെയ്തു. വീട് പാല് കാഴ്ച തിരിച്ച് ബോംബെയിൽ പോകാൻ നേരത്ത് താക്കോലും ഒരു പേപ്പർ ചുരുളും ദാമുവേട്ടനെ ഏൽപ്പിച്ചു. ദാമുവേട്ടാ, ഇതാ പിടിക്കേ. വീട്ടിൻ്റെ താക്കോല്. അത് വാടകയ്ക്ക് കൊടുക്കാനല്ല, കയറി താമസിക്കാനാ. ആ വീടും അതിരിക്കുന്ന 10 സെൻറ്റ് ഭൂമിയും ചേട്ടൻ്റെ പേർക്കായ പ്രമാണമാണിത്. ചന്തു. ദാമു, വേണ്ട പോനെ, അത് വേണ്ട. അമ്മ നിനക്ക് തന്ന ഭൂമിയാ, അത് ഏട്ടന് വേണ്ട. ചന്തു. എൻ്റെ സന്തോഷമാണ് ഇതിലാണ്. ദാമുവേട്ടനില്ലെങ്കിൽ ഞാൻ ഇതുപോലെ ആകുമായിരുന്നു. ഇത് ചേട്ടന് എൻ്റെ ഒരു എളിയ സമ്മാനമായി കണക്കാക്കണം. ഒട്ടും താല്പര്യമില്ലാതെ അത് വാങ്ങിച്ചു. ആ വിവരം 3 മാസം ശ്രീദേവിയിൽ നിന്ന് ഒളിച്ചു വെച്ചു. അതിൽ ദാമുവേട്ടനും കുടുംബവും താമസിക്കുന്നത് അറിഞ്ഞ് ശ്രീദേവി പൊട്ടിത്തെറിച്ചു. ആരോ താമസിച്ചോട്ടെ, അതിൻ്റെ വാടക വാങ്ങണ്ടേ? ശ്രീദേവി ചോദിച്ചു. ആരെങ്കിലും സ്വന്തം വീട്ടിന് വാടകയ്ക്ക് കൊടുക്കുമോ? ചന്തു പറഞ്ഞു. എന്താ പറയണത്? ശ്രീദേവി പറഞ്ഞത്, ആ വീടും അതിരിക്കുന്ന 10 സെൻറ്റും ദാമുവേട്ടൻ്റെ പേരിൽ എഴുതി കൊടുത്തിട്ടാ ഞാൻ വന്നത്. ആ വിവരം അവൾക്ക് കറണ്ടടിച്ച മാതിരിയായി. നാട്ടിലേക്ക് പോകാൻ അവൾ ബാഗ് ഒരുക്കി. വാതിൽ വരെ ഇറങ്ങിയതാ. ചന്തു പറഞ്ഞു. ശ്രീദേവി, നീ നാട്ടിലോട്ട് പോകുന്നത് നല്ലത്, തടയുന്നില്ല. പോകുന്നതിന് മുമ്പ് ഒന്ന് അച്ഛൻ്റെയും അമ്മയുടെയും അഭിപ്രായം അന്വേഷിച്ച് പൊയ്ക്കോളൂ. ഒരു പ്രാവശ്യം പോയാൽ പിന്നെ നിനക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വരാമെന്ന് കരുതണ്ട. ശ്രീദേവി അവിടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു സംസാരിച്ചു. എന്താണ് പറഞ്ഞതെന്നറിയില്ല. അവൾ തീരുമാനം മാറ്റി ബാഗ് അകത്തേക്ക് കൊണ്ടുപോയി. എന്താ, പോകുന്നില്ലേ? ചന്തു ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് തൻ്റെ വീട്ടുകാരെ പറ്റിയോ നാട്ടിലെ കാര്യമോ പറഞ്ഞാൽ അവൾക്ക് ദേഷ്യമാണ്. ചന്തു ആലോചിച്ചു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ദാമുചേട്ടനും പാർവതിയും വീട്ടിലേക്ക് വരുന്നു. ആദ്യം അവളോട് തന്നെ പറയാം. ഫോണെടുത്ത് ശ്രീദേവിയോട് വിവരം പറഞ്ഞു. അപ്പുറത്ത് നിശബ്ദതയായിരുന്നു. നിങ്ങൾക്കറിയില്ലേ ഇപ്പോൾ കൊറോണ കാലമാണെന്ന്? നമ്മുടെ ഫ്ലാറ്റിൽ 236 എവിടെ നിന്നോ 3 ദിവസം കഴിഞ്ഞിട്ട് പോയപ്പോൾ താഴത്തെ വീട്ടിലെ മനുവിന് കോവിഡ് പോസിറ്റീവ് ആയില്ലേ? ഒരു ദിവസം ആയിക്കോട്ടെ. നിങ്ങളുടെ ഏട്ടനും മകളും വന്നിട്ട് പോയാൽ ആർക്കെല്ലാം നമുക്ക് മറുപടി കൊടുക്കേണ്ടി വരും? നിങ്ങളൊന്ന് ചിന്തിക്കാതെ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്?
ഇപ്പോൾ വിളിച്ച് പറ ഇങ്ങോട്ട് വരണ്ട. ചന്തു, നീ എന്താ പറഞ്ഞു വരുന്നത്? അതെൻ്റെ ഏട്ടനും മോളുമാണ്. അവരെൻ്റെ വീട്ടിലേക്ക് വരണ്ടെന്ന് എങ്ങനെ പറയും? എന്നെ ആക്കിയ ദാമുച്ചേട്ടൻ. ആവില്ല, എനിക്കാവില്ല അങ്ങനെ പറയാൻ. ശ്രീദേവി, നീ ആലോചിക്ക്. നമ്മുടെ ഡെറാഡൂണിൽ പഠിക്കുന്ന മകൻ വരുന്നുവെന്ന് പറഞ്ഞാലും ഇത് തന്നെ ആയിരിക്കുമോ നിൻ്റെ മറുപടി? ശ്രീദേവി, അത് നമ്മുടെ മകനല്ലേ, നമ്മുടെ വീട്ടിലല്ലാതെ എവിടെ പോകാൻ? ഇത് നിങ്ങളുടെ ചേട്ടനും മകളുമല്ലേ, അവർക്ക് ഹോട്ടലിൽ ഒരു റൂം എടുത്ത് കൊടുക്കൂ. ചന്തു, അവർ വന്നിട്ട് പോകട്ടെ. വന്നു പോയാൽ ഈ മുഴുവനും ഫ്ലാറ്റും എൻ്റെ ചിലവിൽ സാനിറ്റൈസ് ചെയ്യാം. എങ്കിലും ഏട്ടനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ വയ്യ. ശ്രീദേവി, നിങ്ങൾക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ തന്നെ പറയാം. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. ശ്രീദേവി ഫോൺ കട്ട് ചെയ്തു. 5 മിനിറ്റ് അവൻ തരിച്ചിരുന്നു. ഇതെങ്ങനെ ഏട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കും? എന്നെ എന്ത് കരുതും? ഇനി ശ്രീദേവി ഇതിൽ ഇടപെട്ടാൽ അത് വേണ്ട. ചന്തു ശ്രീദേവിക്ക് ഫോൺ ചെയ്തു. ശ്രീദേവി, വേണ്ട, നീ പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ചന്തു, നല്ലത്. അല്ലെങ്കിലും എനിക്ക് നിങ്ങളുടെ ചേട്ടനോട് സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ല. നിങ്ങളുടെ ചേട്ടനെയും മോളെയും സ്വീകരിച്ചാൽ പിന്നെ പാലക്കാട്ടിൽ നിന്നും ആരെല്ലാം ബോംബെയിൽ വന്നാലും അവർക്ക് വച്ച് വിളമ്പേണ്ടി വരും. ചന്തു ദാമുവിനോട് എന്തു പറയുമെന്ന് ചിന്തയായി. എങ്ങനെ ഈ പരിസ്ഥിതി തരണം ചെയ്യും എന്ന് ഓർത്തിരിക്കുമ്പോൾ അവൻ്റെ ഫോൺ ബെല്ലടിച്ചു. പ്രതീഷാണ്. എന്താ ചന്ദ്രമോഹൻ, നാട്ടിൽ നിന്നും ചേട്ടനും മോളും നമ്മുടെ ഫ്ലാറ്റിൽ വരുന്നുവെന്ന്? വേണ്ടാത്ത വയ്യാവലി എടുത്ത് വയ്ക്കരുതേ. അതും ട്രെയിനിൽ 2 ദിവസം യാത്ര ചെയ്ത് വരുന്നവർ. ചേട്ടനും അനുജനും അങ്ങ് നാട്ടിൽ. കടമയും കടപ്പാടും നോക്കേണ്ട സമയമല്ല ഇത്, കൊറോണ കാലം. അത്രയായപ്പോൾ ചന്തു ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ശ്രീദേവി എല്ലാവരെയും ഫോണിൽ വിളിച്ചറിയിച്ചു. തൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന സുഹൃത്താണ് പ്രതീഷ്. അവനുള്ള ധൈര്യമെടുത്താണ് ദാമുവേട്ടനെ വിളിച്ചത്. ഏട്ടൻ വരുന്നുവെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറിനകം അവൻ്റെ ഫോൺ പ്രതീക്ഷിച്ച് കാണില്ല. അത് ഏട്ടാ, അവൻ കൊറോണയും അവൻ്റെ ഫ്ലാറ്റിൽ നടന്ന സംഭവം ഏട്ടനോട് വിശദീകരിച്ചു. ഏട്ടന് ഞാൻ ഹോട്ടൽ റൂം ഇടപാട് ചെയ്യട്ടെ? ആദ്യം അങ്ങേയറ്റത്തിൽ നിന്നും സംസാരമില്ലായിരുന്നു. ചന്തു, നീ വിഷമിക്കണ്ട. ശരിയാ, ഇപ്പോൾ കൊറോണ കാലമാണ്. അത് ഞാൻ ആലോചിച്ചില്ല. നീ ഞങ്ങളുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. പട്ടാളത്തിൽ ജോലി ചെയ്ത കാരണം എല്ലായിടത്തും എനിക്ക് ആൾക്കാരുണ്ട്. നീ വിഷമിക്കണ്ട. അവിടെ ശ്രീദേവിക്കും കുട്ടികൾക്ക് സുഖമല്ലേ? വല്യച്ഛൻ അന്വേഷിച്ചതായി പറയണം. അവന് മറുപടി കൊടുക്കാൻ കൊടുക്കാതെ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞു. PA വിളിച്ച് പറഞ്ഞു, ഇനി ഞാൻ ഒരു അപ്പോയിൻമെൻറ്റുമില്ല, ഞാൻ നേരത്തെ പോകുന്നു. കയ്യിൽ ബാഗുമെടുത്ത് ലിഫ്റ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയപ്പോൾ അവൻ്റെ ഓഫീസ് കാർ മുന്നിൽ. പുറകെ ഡോറ് തുറന്ന് അകത്ത് കയറി കോട്ട് ഊരി എറിഞ്ഞു. ടൈ അല്പം ലൂസാക്കി. ഡ്രൈവർ തിരിഞ്ഞു നോക്കി. എങ്ങോട്ടെന്ന നോട്ടം. വീട്ടിലേക്ക്. അവൻ ചാഞ്ഞു കിടന്നു. വിയർപ്പൊഴുകി ആ എയർ കണ്ടീഷൻ കാറിൽ. വീട്ടിൽ കയറി ചെന്നതും ശ്രീദേവി, ഇന്നെന്ത് പറ്റി നേരത്തെ? അവൾ ഇനിയും എന്തോ പറയാമെന്നതാ. അവൻ കയ്യിലെ ബാഗ് നിലത്ത് വലിച്ചെറിഞ്ഞു. അവൻ്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ഷവറിൻ്റെ മൂട്ടിൽ വെള്ളം തുറന്നു വിട്ടു. എത്ര മണിക്കൂർ ബാത്റൂമിൽ നിന്നെന്നറിയില്ല. അവിടെ പാലക്കാട്. ദാമു തൻ്റെ പഴയ ഡയറി എടുത്ത് ഫോൺ നമ്പർ പരതി. മാരുതി ജാദവ്. അവൻ ബോംബെക്കാരനാണ്. സംശയമുണ്ടായിരുന്നു ഫോൺ കിട്ടുമോ. അപ്പുറത്തെ തലയിൽ ഫോൺ ബെല്ലടിച്ചു. ഹലോ, മാരുതി ജാദവ്? ദാമു. അതെ, മാരുതി ജാദവ്. ആപ്പ് കോൺ ഹെ? കഹാ സെ? ദാമു. മാരുതി, ഞാൻ ദാമോദരൻ, കേരളത്തിൽ നിന്നാണ്. അപ്പുറത്തെ തലയിൽ ഒരു ആശ്ചര്യ ശബ്ദം. ഓ ഭഗവാൻ സാബ്, ഇപ്പോൾ നിങ്ങളെവിടെയാ? എന്താ ഈ ഉള്ളവൻ സ്വപ്നം കാണുകയാണോ? പിന്നെ ദാമു കാര്യം പറഞ്ഞു. എൻ്റെ നാട്ടിലേക്ക് മോളുമായി വരുന്നു. പിന്നെ ഒന്നും പറയേണ്ടി വന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ മാരുതി വണ്ടിയുമായി എത്തിക്കൊള്ളും. നേരെ അവൻ്റെ വീട്ടിൽ, പിന്നെ എയർപോർട്ടിൽ, പിന്നെ പരിഭവം മാത്രം. 2-3 ദിവസം അവൻ്റെ കുടുംബത്തോട് കഴിയുന്നില്ല. 16-ാം തീയതി ഛത്രപതിയിലെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ കേരളത്തിലേക്കുള്ള വണ്ടി പിടിച്ചിരിക്കുന്നു. ചന്തു ഒരു പൊതി ചോറുമായി തൻ്റെ ചേട്ടൻ അന്വേഷിച്ച് നടക്കുന്നു. AC 3 ടയറിൻ്റെ മുന്നിൽ ഒരാൾക്കൂട്ടം.
നടുവിൽ എന്തോ പറഞ്ഞ് രസിക്കുന്ന ദാമുച്ചേട്ടൻ. അവൻ കാല് നീട്ടി വെച്ച് നടന്നു. ആളുകളെ വകഞ്ഞു മാറ്റി. ദാമുവേട്ടാ, അയാൾ ഞെട്ടി. ചന്തു, നീ? അവനെ വാരി പുണർന്നു. അവിടെ നിന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കി. ഇത് എൻ്റെ അനുജൻ വലിയ നിലയിലാണ്. ബോംബെയിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ അവന് വളരെ സന്തോഷമായി. അനുജനെ ഇനിയും കാണാമല്ലോ. എനിക്ക് ജാദവിൻ്റെ വീട്ടിൽ പോയാൽ മതി. നോക്ക് മാരുതിയുടെ ഒരു കാര്യം, നാട്ടിൽ വരെയുള്ള ആഹാരം ഉണ്ടാക്കി തന്ന് യാത്ര അയക്കുക. എല്ലാത്തിനും ഒരു യോഗം വേണം. അപ്പോഴേക്കും വണ്ടി പുറപ്പെടാനുള്ള സമയമായി. ചന്തുവിന് അവന് കൊണ്ടുവന്ന പൊതി ചോറ് ഏട്ടനെ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ദാമു വണ്ടിയിൽ കയറാൻ നേരത്തെ ചോദിച്ചു, എടാ, ശ്രീദേവിക്കും കുട്ടികൾക്കും സുഖമല്ലേ? ഞാൻ അന്വേഷിച്ചതായി പറയണം. ശരിയെന്ന് തലയാട്ടി. തൊണ്ടയിൽ എന്തോ തടഞ്ഞതുപോലെ. വണ്ടി നീങ്ങി തുടങ്ങി. ദാമു കൈവീശി മാരുതിക്ക് അവൻ്റെ കുടുംബത്തിനും. ട്രെയിൻ നീങ്ങുന്നതനുസരിച്ച് അവരും നീങ്ങി. എന്നാൽ ചന്തുവിൻ്റെ കാല് അവിടെ തന്നെ ഉറച്ചുപോയി. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരയായി ഒഴുകി കയ്യിൽ പതിഞ്ഞു. ആ ട്രെയിനിൻ്റെ അവസാന ബോഗിയും കണ്ണിൽ നിന്നും മറയുന്നവരെ നിന്നു. ഉള്ളിൽ, ദാമുവേട്ടാ, ഈ അനിയനോട് ഓർക്കണേ, അവൻ പഴയ ചന്തുവായി മാറി. മധുസൂദനൻ കുഞ്ഞുപിള്ള.